നമസ്കാരം. കാന്താരി ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് താനും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. ഇഷ്ടമായാൽ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ. അപ്പോൾ കുറച്ച് കാന്താരി, ഒരു പിടി കാന്താരി മുളകും മല്ലിച്ചെപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ തൈര്. അപ്പം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. ഏകദേശം കണക്കാക്കിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യാം. അതൊന്ന് മൂത്ത് വെച്ച് അതൊന്ന് മൂക്കുമ്പോൾ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. നല്ല എരിവുള്ളൊരു ഡിഷാണ്. കാന്താരി മുളക് കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നല്ല എരിവുള്ളതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് ഹോട്ടലിലൊക്കെ ഇങ്ങനെ എപ്പോഴും പോയാൽ കാന്താരി ചിക്കൻ എന്നുള്ള റെസിപ്പി കാണാമല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെതായ ഒരു വേർഷനും കൂടെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാട്ടോ. ഇത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാന്താരി മുളകിൻ്റെ പേസ്റ്റ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, വേറെ എരിവ് ഇതിനില്ല. അപ്പം അതിൻ്റെ ആ എരിവ് മാത്രം തന്നെ ഇതിന് വരുള്ളൂ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ആ പച്ചമണം പോണത് വരെ നല്ലോണം ഒന്ന് മൂപ്പിക്കുക. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ഈ അരച്ച് വെച്ച പേസ്റ്റ്, ഇത് ഒരു പിടി കാന്താരി മുളക്, അതേപോലെ നല്ലോണം ഒരു വലിയ പിടി മല്ലിച്ചെപ്പ്, അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പ്, അതും കൂടെ ഇട്ടിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ച പേസ്റ്റാണിത്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ മല്ലിച്ചെപ്പിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടണം. അതേപോലെ കാന്താരി മുളകും പച്ചക്ക് അരയ്ക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെയും ഒന്ന് കുറച്ച് നേരം എണ്ണയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്ന ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 500 ഗ്രാം ചിക്കൻ ഉണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മസാല ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് ഇളക്കി പിടിപ്പിച്ചെടുക്കണം. നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട്, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരട്ടെ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഇതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങേൻ്റെ പകുതി
എടുത്തിട്ട് അത് പാല് പിഴിഞ്ഞ് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ആക്കി വെച്ചിട്ടുണ്ട്. ആ സെക്കൻഡ് പാല് ഇതിലേക്ക് ചേർത്തിട്ട് ചിക്കൻ ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ലൊരു ഗ്രീൻ കളർ ചിക്കനാണ്. പിന്നെ ഫസ്റ്റ് പാല് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ചെറിയൊരു വൈറ്റിഷ് ക്രീമിഷ് കളർ വരും. ഇനി തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതിന് പകരം ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. അത് രണ്ടും ഓപ്ഷനാണ്, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് തീയിൽ ഒന്ന് നല്ലോണം സിമ്മാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ അരക്കിനല്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങേൻ്റെ ഫസ്റ്റ് പാല് ആഡ് ചെയ്യണം. അത് നല്ലോണം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ആ എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കാം കേട്ടോ. അതും ടേസ്റ്റാണ്. രണ്ടും ഓപ്ഷനിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.